ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചെടിച്ചട്ടിയാണ്. അപ്പം ഈ ചെടിച്ചട്ടി സിമൻറ്റും മണലും കൊണ്ടുണ്ടാക്കിയതാണ്. ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എടുത്തേക്കുന്നത് ചെറിയൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണ്ണ് നിറച്ചതാണ്. അപ്പോൾ മണ്ണിന് പകരം മണലായിരുന്നാലും മതിയാകും. അപ്പോൾ മോൾഡിനുള്ള മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മണ്ണില്ലാത്തവർ പാറപ്പൊടി ആയിരുന്നാലും മണലായിരുന്നാലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിമൻറ്റ് പൊടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും കുറച്ച് കോട്ടൺ തുണിയും. അപ്പം കോട്ടൺ തുണി നല്ലവണ്ണം ആ സിമൻറ്റ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മോൾഡിന് ചുറ്റാതെ ഒന്ന് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കെട്ടുകമ്പിയാണ്. കെട്ടുകമ്പിക്ക് പകരം ഇരുമ്പ് നെറ്റ് എടുത്താലും മതിയാകും. അപ്പം കെട്ടുകമ്പി ആണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ഏകദേശം നമുക്ക് എത്ര ലെയർ വേണോ നല്ലോണം ചുറ്റി കൊടുക്കാം. ഇപ്പോൾ കെട്ടുകമ്പി കെട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി നല്ലോണം വെച്ച് കൊടുക്കുക. ആ തുണിയിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പെട്ടെന്ന് ആ സിമൻറ്റ് പൊടിയും പിടിച്ചെടുത്തോളും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണലും സിമൻറ്റുമാണ്. അപ്പോൾ മണൽ ഒന്നും സിമൻറ്റ് ഒന്നും തുല്യ അളവിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മോൾഡിന് ചുറ്റാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത സിമൻറ്റ് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കപ്പം ഏകദേശം ഒരു 1/2 ഇഞ്ച് കനമെങ്കിലും നമ്മുടെ ചെടിച്ചട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കനത്തിന് തീരെ കനം കുറഞ്ഞു പോകില്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു ലെവലൊന്നും വേണ്ട. കരണ്ടി കൊണ്ട് തന്നെ ചെറിയൊരു റൗണ്ട് ആ മോൾഡിന് ചുറ്റാതെ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സിമൻറ്റ് നല്ല വെള്ളമാണെങ്കിൽ കുറച്ച് മണലും സിമൻറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത പൊടി നമ്മൾ ആ സിമൻറ്റിൻ്റെ പുറത്ത് സൈഡിൽ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത ആ പൊടി നമ്മൾ ആ സിമൻറ്റിലുള്ള വെള്ളമെല്ലാം ഒന്ന് പിടിച്ചെടുത്തോളൂ. അപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിനെ ഒന്ന് ലെവൽ ചെയ്യാം. കരണ്ടി കൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിന് നമുക്ക് തള്ളിയിരിക്കുന്ന ആ സിമൻറ്റൊക്കെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് വരുത്താം. കരണ്ടി കൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചേരാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് നല്ല ഉണങ്ങിപ്പോയെങ്കിൽ മാത്രം കുറച്ച് ബ്രഷും വെള്ളവും കൂടെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പലക പീസ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് റൗണ്ടിനൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ മുകൾ സൈഡും എല്ലാം തേച്ച് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മളെ ചെടിച്ചട്ടിയുടെ കനം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മളെ ചെടിച്ചട്ടിയുടെ അടി സൈഡെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇരിക്കും കണക്ക് തന്നെയാണ്. അടി സൈഡിൽ നമ്മൾ സിമൻറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അത് നമുക്ക് പിറ്റേ ദിവസം നല്ലോണം ഉണങ്ങിയിട്ട് അതിനകത്തുള്ള മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ അകത്ത് സിമൻറ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ ആ മോൾ സൈഡിലെ ഹോള് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിന് നമ്മൾ ഒട്ടിച്ച സിമൻറ്റ് ചെടിച്ചട്ടിയുടെ ആ ഒരു കനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് റൗണ്ടിന് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത് പിന്നെ നമുക്ക് ഇപ്പം തടിയുടെ ഒരു ലുക്കിലാണ് ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ചെടിയുടെ ഒരു ചെറിയൊരു ഒരു ശിഖരത്തിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് നല്ല ലൂസായിരുന്നാലും കുഴപ്പമില്ല. സിമൻറ്റ് സ്റ്റെപ്പായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ ഒരു കനം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സിമൻറ്റ് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല ലൂസാണെങ്കിൽ കുറച്ച് നല്ല സിമൻറ്റ് പൊടി നല്ല കട്ടിക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പം അതിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ആ സിമൻറ്റ് പൊടി പിടിച്ചെടുത്തോളും. നമ്മൾ ആ ഒട്ടിച്ച കനം അവിടെ തന്നെ നിൽക്കും. അത് ഏകദേശം കുറച്ചും കൂടെയൊക്കെ ഒട്ടി ചേരാനുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഐഡിയയിൽ ഒട്ടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ബാക്കിയുള്ള സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അതിനുശേഷം ഇനിയിപ്പോൾ ആ ഒരു തടിയുടെ ആ ഒരു ലുക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ പുറ സൈഡിൽ
കുറച്ചും കൂടെ സിമൻറ്റ് തേക്കാനുണ്ട്. അതിപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇതിപ്പം തടിയുടെ അക സൈഡിലുള്ള ഒരു മോഡലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടെ കുറച്ച് സിമൻറ്റ് തേക്കുന്നുണ്ട്. അപ്പോൾ തടിയുടെ അക സൈഡിലുള്ള ആ ഒരു ചെറിയ വരയും ഒക്കെ ഒന്ന് കൊടുത്തേക്കണം. അപ്പം ഏകദേശം നമ്മൾ അകത്ത് കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ ഏകദേശം തീരാറായി. അപ്പം നിങ്ങൾ റെസ്റ്റ് ചെയ്താൽ മതിയാകും. കാരണം ഉണങ്ങുന്നതിനനുസരിച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യപ്പോഴും ഒരു വൃത്തിയും വരില്ല. അപ്പം ഏകദേശം ഒന്ന് റെസ്റ്റ് ചെയ്ത് ചെയ്യപ്പോൾ നമുക്ക് ആ ഒരു വൃത്തി കിട്ടും. അപ്പം ഏകദേശം ആ കണ്ണിൻ്റെ ഭാഗമൊക്കെ പേനയുടെ ക്യാപ്പ് കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെവിയുടെ ഭാഗമൊക്കെ നമുക്ക് ആ റൗണ്ടിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കരടിക്ക് വേണ്ടത് അടുത്ത് അതിൻ്റെ മൂക്കൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ആ വായുടെ ഭാഗമാണ് നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചത്. ഇനി അടുത്ത ആ മൂക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെറിയൊരു റെസ്റ്റ് ചെയ്തൊന്ന് ചെയ്യപ്പോഴും നല്ല നമുക്ക് ചെയ്യാനൊക്കെ ഒരു പരുവം കിട്ടും. കാരണം അത് ഒന്ന് ഉണങ്ങും. അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും നല്ലവണ്ണം ഉണങ്ങാൻ വെച്ച് നല്ലവണ്ണം നനച്ചു കൊടുക്കുക. പിന്നെ അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ണൊക്കെ ഞാൻ തൊട്ട് മേലെ പേനയുടെ ക്യാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കൈയുടെ അകത്ത് ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയൊക്കെ ഒന്ന് ലെങ്ത് ആയതുകൊണ്ടാണ് ഒന്ന് ശകലം ഒന്ന് വെട്ടി കുറച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ റെസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ വേറെ ഒന്നുമില്ല വലുതായിട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള മണ്ണ് എല്ലാം മാറ്റാം. അക സൈഡൊക്കെ ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറ സൈഡിൽ നമുക്ക് സിമൻറ്റ് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു കട്ടിക്ക് അതിൻ്റെ പുറത്ത് ഒരു സിമൻറ്റ് മാത്രമാണ് മിക്സ് ചെയ്തത്. അപ്പം അതൊന്ന് കട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഡിസൈനായി കൊടുക്കണം. അതിനുവേണ്ടി ഇലയും ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കണം. കത്തി കൊണ്ട് തന്നെ നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് വേണ്ട ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആ ഇലയും ഇതൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, വള്ളിയൊക്കെ. അപ്പോൾ അത് ആ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മളെ ചെടിച്ചട്ടിയുടെ അടി സൈഡിൽ നമുക്കൊന്ന് അടയ്ക്കാനുണ്ട്. അതിനുവേണ്ടി ആദ്യം ഒരു കുപ്പിയുടെ അടപ്പ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം കുപ്പിയുടെ ആ പൊക്കത്തിൻ്റെ നമുക്ക് എത്ര പൊക്കം വേണോ ആ ഒരു കനത്തിന് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തടിയുടെ പുറത്തുള്ള ആ ഒരു ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്ന് തടിയുടെ പട്ട അതിൻ്റെ ലുക്കിൽ അവിടെ നമുക്ക് സിമൻറ്റ് കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്യേണ്ട അവിടെ വെച്ചിട്ട് തടിയുടെ പുറത്തുള്ള ആ ഒരു ലുക്കിനൊന്ന് ആ കത്തി ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം വരച്ചെടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് നല്ലവണ്ണം നനച്ച് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കളറടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 2 ദിവസം ഇരുന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ കളറിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പം വേറൊരു പെയിൻറ്റും ഇല്ല, എല്ലാ കളറും ആക്രിലിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയയിൽ ഉള്ള കളറുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ബൈ.